ഇത് അന്വേഷിക്കേണ്ട ഏജൻസി രണ്ട് ഏജൻസിക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ. ഒന്ന് CBIക്ക്, കാരണം കേരളത്തിലെ വിജിലൻസ് അന്വേഷിച്ചാൽ പോരല്ലോ. ഇത് ഇന്റർ സ്റ്റേറ്റ് റാമിഫിക്കേഷൻസ് ഉള്ള കേസാണ്. രണ്ട് സംസ്ഥാനങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പൊ CBIക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വരുന്ന വയലേഷൻ, കറപ്ഷൻ നടന്നിട്ടുണ്ടെന്നാണ് ഫൈൻഡ്. അപ്പൊ CBIക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ. കർണാടക പോലീസിനോ കേരള പോലീസിനോ കർണാടക വിജിലൻസിനോ കേരള വിജിലൻസിനോ അവരുടെ ജൂറിസ്ഡിക്ഷനിൽ വരില്ല. അപ്പൊ CBI ആണ്. മണി ലോണ്ടറിംഗ് ആക്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ചുള്ള വയലേഷൻ അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. അത് രണ്ടും അന്വേഷിക്കാതെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് എന്താ അന്വേഷിക്കാൻ? അതിനേക്കാളും പ്രധാനപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി അല്ലേ? മന്ത്രാലയത്തെക്കാൾ പ്രധാനപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ് ROC, രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ഉയർത്തുന്നത്. നേരത്തെ തന്നെ SNC ലാവ്ലിൻ കേസിൽ, സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ, ലൈഫ് മിഷൻ കോഴ കേസിൽ, ഇതിലെല്ലാം ഇവർ തമ്മിലൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഈ കേസിലും ഈ മാസപ്പടി കേസിലും കരുവന്നൂർ EDയുടെ അന്വേഷണത്തിലും ഒക്കെ ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സായാഹ്നം കൂടിയാണ്. ഇവർ തമ്മിൽ സെറ്റിൽമെന്റ് ഉണ്ടാക്കാനുള്ള വകുപ്പാക്കി ഇതിനെ മാറ്റുമോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഞങ്ങള് നേരത്തെയുള്ള മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ സംശയിക്കുന്നത്. ക്രൈമാണ് നടന്നിരിക്കുന്നത്. ക്രൈം അന്വേഷിക്കേണ്ടത് കൺസേൺഡ് ആയിട്ടുള്ള ഏജൻസികളാണ്. ഈ ഏജൻസികൾ സെറ്റിൽ ചെയ്യുമെന്നുള്ള പേടി കൊണ്ടാണ് കോടതിയുടെ ഇത്. അത് നമ്മൾ നിയമപരമായ വശം തേടിയിട്ട് ഞങ്ങളത് പറയും. നിയമപരമായ ഒരു പഠനം കൂടി നടത്തിയിട്ട് ഏത് കോടതിയുടെ നേതൃത്വത്തിലാണ് ഇത് അന്വേഷിക്കേണ്ടത് എന്ന് പറയും. എവിടെയാണ് ഒഫൻസ് നടന്നത് എന്ന് നോക്കിയിട്ടാണ്. അത് കുറെ നാളുകളായിട്ട് നടക്കുന്നില്ല. നവകേരള സദസ് തന്നെ ഉണ്ടാക്കിയത് അതിന് വേണ്ടിയിട്ടാണ്. പാളിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. താങ്കൾ പറഞ്ഞ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് BJPയും CPM തമ്മിൽ ഒരു വലിയ ഫൈറ്റ് നടക്കുന്നു. അതിനാണ് ഗവർണർ മുഖ്യമന്ത്രി നാടകങ്ങൾ ഉണ്ടായത്. അതിനു വേണ്ടിയിട്ടാണ് സാമ്പത്തിക കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും പ്രശ്നമാണ് എന്ന് വരുന്നത്. ഇപ്പൊ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്, ഇപ്പൊ സമരം ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം ഈ അജണ്ട സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. രാഷ്ട്രീയമായ അജണ്ട. ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കേരള സർക്കാരിനെ വേട്ടയാടുന്നു കേന്ദ്ര ഏജൻസികൾ. മനസ്സിലായില്ലേ? പിണറായി വിജയനെ വേട്ടയാടുന്നു എന്ന് BJP ഗവൺമെന്റ് വേട്ടയാടുന്നു എന്ന് വരുത്തി തീർക്കുക, എന്നിട്ട് സെറ്റിൽ ചെയ്യുക. ഈ ഗവർണറെ കൊണ്ട് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കാര്യത്തിൽ ഞങ്ങളെടുത്ത നിലപാട് അതുകൊണ്ടല്ല. അവരെ ഏത് സമയത്ത് സെറ്റിൽ ചെയ്യും. ഇതിനു മുമ്പ് നിരവധി പ്രാവശ്യം സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇവർ തമ്മിൽ ഭയങ്കര ഫൈറ്റ്. മനസ്സിലായി? ഇതെല്ലാം ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അക്ഷരാർത്ഥത്തിൽ സംഘപരിവാർ ശക്തികളും കേരളത്തിലെ CPM നേതൃത്വവും തമ്മിൽ ഒരു അവിഹിതമായ ബന്ധമുണ്ട്. 3 കേസുകൾ അതിൽ ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പൊ കരുവന്നൂരിൽ നോക്കിക്കോ നിങ്ങൾ. കരുവന്നൂരിൽ ബഹളമൊക്കെ ഉണ്ടാക്കുവാണ്. അവസാനം അവിടെ തൃശൂർ പാർലമെന്റ് ഇലക്ഷന്റെ സെറ്റിൽമെന്റിലേക്കാണ് പോകുന്നത്. നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം.